അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് വിനീതമായ സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ റമളാനു ഷരീഫിൻ്റെ ദിനരാത്രികളിലൂടെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിക്കൊണ്ടു പോകുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ റമളാനു ഷരീഫിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് നാം അറിയുമായിരുന്നു എങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട ഓരോ സെക്കൻഡിനെ സംബന്ധിച്ചും ആലോചിച്ച് വളരെ പ്രയാസപ്പെടും. അതിൻ്റെ മഹത്വം പൂർണ്ണമായി പറയുന്ന എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം, ആരെങ്കിലും വിശുദ്ധ റമളാനിൻ്റെ മഹത്വത്തെ പൂർണ്ണമായി അറിയുമായിരുന്നെങ്കിൽ വിശുദ്ധ വർഷം മുഴുവനും റമളാനായിരുന്നു എങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോകും. പ്രിയരെ, ഇത്രത്തോളം മഹത്വം വിശുദ്ധ റമളാനിലുണ്ടോ? ഒന്ന് രണ്ട് ഹദീസുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമുക്കൊക്കെ അറിയാം, മിസ്വാക്ക് ചെയ്യൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ സമുദായത്തിന് മിസ്വാക്ക് ചെയ്യൽ ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു എങ്കിൽ, അവർക്കത് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ 5 വക്ത് നിസ്കാരം പോലെ നിർബന്ധത്തിൻ്റെ കൽപ്പന ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. എന്നാൽ നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. അവൻ്റെ വായിലൂടെ വരുന്ന വാസന അള്ളാഹുവിന് കസ്തൂരിയേക്കാൾ ഇഷ്ടവും പ്രിയവുമാണ്. പ്രിയപ്പെട്ട സഹോദര, ഇനി നിങ്ങളൊന്നാലോചിച്ചു നോക്ക്. നോമ്പുകാരൻ ഒരു ശ്വാസം വിട്ടാൽ അത് തസ്ബീഹാണെന്നും, നോമ്പുകാരൻ ഒന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയാൽ അത് ഇബാദത്താണെന്നും പഠിപ്പിച്ചത് മുഖ്ബിറെ സ്വാദിഖ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് വിശുദ്ധ റമളാനു ഷരീഫിൽ നമുക്ക് കഴിയുന്ന ഇബാദത്തുകൾ കൂട്ടിക്കൂട്ടി ചെയ്യാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റയ്യാൻ എന്നൊരു വാതിലുണ്ട്. ആ വാതിലിലൂടെ നോമ്പുകാരന് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ. അള്ളാഹു അതിലൂടെ പ്രവേശിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.